നമസ്കാരം. വയനാട് ചൂരൽമല ദുരന്തത്തിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് വന്ന പണം എന്ത് ചെയ്തു? ഇതിന് കണക്കുണ്ടോ? ഉണ്ടെങ്കിൽ എത്രയൊക്കെയാണ്? ചോദ്യങ്ങൾ ധാരാളം ഉണ്ടാകും. ചോദ്യങ്ങൾ കേൾക്കുമ്പോൾ അല്പം കോംപ്ലിക്കേറ്റഡ് ആണെന്ന് തോന്നുമായിരിക്കും. പക്ഷേ ഉത്തരത്തിലേക്ക് വന്നാൽ സംഗതി ലളിതമാണ്, സുതാര്യവുമാണ്. കണക്കുകൾ കൃത്യമായി കേരള സർക്കാരിന്റെ CM ഡിസ്ട്രസ് റിലീഫ് ഫണ്ടിന്റെ വെബ്സൈറ്റിൽ ലഭ്യമാണ്. 2025 ജൂൺ 25 വരെ ആകെ 770,76,79,158 രൂപയാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ലഭിച്ചിട്ടുള്ളത്. ഇതിൽ 1032 കുടുംബങ്ങൾക്ക് 10,000 രൂപ വീതം അടിയന്തര ധനസഹായം അനുവദിച്ചു. ഇതിനായി 1,20,20,000 രൂപ ചെലവായി. ജീവനോപാധി നഷ്ടപ്പെട്ട കുടുംബങ്ങൾക്ക് ഒരു വീട്ടിലെ 2 പേർക്ക് വീതവും, രോഗികൾ ഉണ്ടെങ്കിൽ 3 പേർക്ക് വീതവും 300 രൂപ വെച്ച് 9 മാസത്തോളം 2,218 പേർക്ക് നൽകി. ഇതിനായി 19,09,78,000 രൂപ ചെലവാക്കി. മരണപ്പെട്ടവരുടെ ആശ്രിതർക്ക് 6 ലക്ഷം രൂപ നൽകി. 157 ആശ്രിതർക്ക് ഇപ്രകാരം പണം നൽകി. 9,30,00,000 ഇതിനുവേണ്ടി ചെലവായി. ഒരാഴ്ചയിൽ താഴെ ആശുപത്രിയിൽ കിടന്ന 8 പേർക്ക് 5,400 രൂപയും അതിൽ കൂടുതൽ കിടന്ന 26 പേർക്ക് 16,000 രൂപയും നൽകി. ഇതിനു പുറമെ ഗുരുതരമായി പരിക്കേറ്റ 34 പേർക്ക് 7 ലക്ഷം രൂപ നൽകി. ആകെ ഈ ഇനത്തിൽ 21,59,000 രൂപ ചെലവായി. ഗുരുതരമായി പരിക്കേറ്റവർക്ക് SDRFൽ നിന്നും അനുവദിച്ച തുകയ്ക്ക് പുറമെ 40 മുതൽ 60% വരെ വൈകല്യം ബാധിച്ചവർക്ക് 50,000 രൂപ വീതവും, 60 മുതൽ 80% വരെ വൈകല്യം ബാധിച്ചവർക്ക് 75,000 രൂപ വീതവും അനുവദിച്ചു. 174 പേരെ ശവസംസ്കാരം നടത്തിയ സമയത്ത് 10,000 രൂപ വീതം ആശ്രിതർക്ക് നൽകി. 17,40,000 ഇതിനുവേണ്ടി ചെലവായി. എൽസ്റ്റൺ എസ്റ്റേറ്റ് ഉന്നയിച്ച തടസ്സവാദങ്ങളെയൊക്കെ എതിർത്ത് കോടതിയിൽ 17 കോടി കെട്ടിവെച്ച് ഭൂമി ഏറ്റെടുത്തു. പുനരധിവാസത്തിന് കൽപ്പറ്റയിൽ ഉയരുന്ന ടൗൺഷിപ്പിൽ വീട് വേണ്ടെന്ന് തിരഞ്ഞെടുത്ത 104 കുടുംബങ്ങൾക്ക് സർക്കാർ വാഗ്ദാനം ചെയ്ത 15 ലക്ഷം രൂപ വിതരണം ചെയ്തു. ആകെ 16,05,00,000 രൂപയാണ് ഈ ഇനത്തിൽ വിതരണം ചെയ്തത്. ടൗൺഷിപ്പിന്റെ പ്രീ പ്രൊജക്ട് ചെലവായി കണക്കാക്കിയിട്ടുള്ള 40 ലക്ഷത്തിലധികം രൂപ കരാർ കമ്പനിയായ ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിക്ക് അനുവദിക്കാൻ ഉത്തരവായി. ഇതുകൂടാതെ ക്യാമ്പുകളിൽ കഴിഞ്ഞിരുന്നവർക്ക് വാടക വീട്ടിലേക്ക് മാറി താമസിക്കുന്നതിന് ഒരു കുടുംബത്തിന് പ്രതിമാസ വാടകയായി 6,000 രൂപ വീതം അനുവദിച്ചിട്ടുണ്ട്. ഇപ്രകാരം വാടകയ്ക്കായി 3,98,10,200 കോടി രൂപ ചെലവഴിച്ചിട്ടുണ്ട്. സൈന്യം രക്ഷാപ്രവർത്തനം നടത്തിയതിന്റെ പേരിൽ കേരളം നൽകേണ്ടി വന്ന 100 കോടിയിലധികം രൂപ, പ്രധാനമന്ത്രിയുടെ വയനാട് സന്ദർശനവുമായി ബന്ധപ്പെട്ട് വന്ന യാത്രാ ചെലവ്, ഇതെല്ലാം കേരള സർക്കാരാണ് നൽകിയത്. പുനരധിവാസവുമായി ബന്ധപ്പെട്ട സർക്കാർ നടപടികൾ പുരോഗമിക്കുകയാണ്. സർക്കാർ കൃത്യമായ വീക്ഷണത്തോടെ മുന്നോട്ട് പോവുകയാണ്. അതുകൊണ്ട് തൽക്കാലം മാധ്യമ വാർത്തകൾക്കും കുബുദ്ധികൾക്കും ചെവി കൊടുക്കാതിരിക്കാം. കൃത്യമായ വിവരങ്ങൾ നിങ്ങളുടെ വിരൽത്തുമ്പിലുണ്ട്.